ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ മാരുതി 800 മുതൽ SUV സെഗ്മെൻറ്റിലുള്ള സഫാരി വരെയുള്ള വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധികം താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജൂൺ മോഡൽ മാരുതി 800 AC 5 സ്പീഡാണ് ഈ വണ്ടി. 75,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ്. അതോടൊപ്പം തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജും അവൈലബിൾ ആണ്. റീടെസ്റ്റ് ഡ്യൂ ഡേറ്റ് ജാനുവരി 2021, ടാക്സ് കവറേജ് മാർച്ച് 2021 വരെയും ഇൻഷുറൻസ് കവറേജ് സെപ്റ്റംബർ 2021 വരെയും അവൈലബിൾ ആണ്. 37 bhp പവറും 59 ന്യൂട്ടൺ മീറ്റർ ടോർക്കും തരുന്ന ഒരു ഹൈടെക് പെട്രോൾ എഞ്ചിനാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം MPFI ഫ്യൂവൽ സപ്ലൈ സിസ്റ്റവുമാണ് വണ്ടിയിൽ ഉള്ളത്. ഇഞ്ചിൻ്റെ റേഡിയൽ ടയേഴ്സാണ് വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. KL 01 രജിസ്ട്രേഷനിലുള്ള ഈ വണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുമല എന്ന സ്ഥലത്താണ് ഉള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിനായി വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രൈസിൻ്റെ ഡീറ്റെയിൽസിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യുക. 2000 മാർച്ച് മോഡൽ വാഗനാർ LX ആണ് വണ്ടി. 85,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ്. അതോടൊപ്പം തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജും അവൈലബിൾ ആണ്. റീടെസ്റ്റ് ഡ്യൂ ഡേറ്റ് 2025 വരെയും ടാക്സ് കവറേജ് 2024 ഡിസംബർ വരെയും ഇൻഷുറൻസ് കവറേജ് സെപ്റ്റംബർ 2021 വരെയും അവൈലബിൾ ആണ്. AC ഉള്ള മോഡലാണിത്. KL 01 രജിസ്ട്രേഷനിലുള്ള ഈ വണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുമല എന്ന സ്ഥലത്താണ് ഉള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിനായി വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രൈസിൻ്റെ ഡീറ്റെയിൽസിനായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യുക. 2012 ഏപ്രിൽ മോഡൽ ഹ്യുണ്ടായുടെ ഇയോൺ ഡിലൈറ്റ് പ്ലസ് പെട്രോൾ വേരിയൻ്റാണ് വണ്ടി. 19,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ്. അതോടൊപ്പം ഫുൾ ഇൻഷുറൻസ് കവറേജും അവൈലബിൾ ആണ്. റീടെസ്റ്റ് ഡ്യൂ ഡേറ്റ് ഏപ്രിൽ 2027 വരെയും ടാക്സ് കവറേജ് മാർച്ച് 2027 വരെയും ഇൻഷുറൻസ് കവറേജ് മാർച്ച് 2021 വരെയും അവൈലബിൾ ആണ്. മാരുതി 800ൻ്റെ സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഈ വണ്ടി. 35 bhp പവറും 75 ന്യൂട്ടൺ മീറ്റർ ടോർക്കും തരുന്ന ഒരു 800cc എഞ്ചിനാണ് വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടിയിൽ AC, പവർ സ്റ്റിയറിംഗ് എന്നീ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 5 സ്പീഡ് മാനുവൽ ഗിയർ ട്രാൻസ്മിഷൻ വിത്ത് MPFI ഫ്യൂവൽ സപ്ലൈ സിസ്റ്റമാണ് വണ്ടിയിലുള്ളത്. 32 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റിയും 215 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസുമാണ് വണ്ടിയിലുള്ളത്. ഡ്യുവൽ ടൂൺഡ് ഡാഷ്ബോർഡിൽ എയർ കണ്ടീഷനിങ് യൂണിറ്റ്, മ്യൂസിക് സിസ്റ്റം, സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലോ കമ്പാർട്ട്മെൻറ്റും അവൈലബിൾ ആണ്.
KL01 രജിസ്ട്രേഷനുള്ള ഈ വണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുമല എന്ന സ്ഥലത്താണ് ഉള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിനായി വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രൈസിൻ്റെ ഡീറ്റെയിൽസിനായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യുക. 2007 ഡിസംബർ മോഡൽ ടാറ്റയുടെ സഫാരി VX 2.2 VVT BS3 ഡീസൽ വേരിയൻ്റാണ് വണ്ടി. 1,40,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ്. അതോടൊപ്പം ഫുൾ ഇൻഷുറൻസ് കവറേജും അവൈലബിൾ ആണ്. റീടെസ്റ്റ് ഡ്യൂ ഡേറ്റ് ഡിസംബർ 2022 വരെയും ടാക്സ് കവറേജ് സെപ്റ്റംബർ 2022 വരെയും ഇൻഷുറൻസ് കവറേജ് ജൂലൈ 2021 വരെയും അവൈലബിൾ ആണ്. വണ്ടിയിൽ AC വിത്ത് റിയർ AC വെൻറ്റ്സ്, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്കിംഗ്, ഡ്രൈവർ ആൻഡ് പാസഞ്ചർ എയർ ബാഗ്സ്, ABS, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫോഗ് ലാംപ്സ്, പവർ അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറേഴ്സ്, അതോടൊപ്പം അലോയ് വീൽസിൻ്റെ ഓപ്ഷൻസും വണ്ടിയിൽ അവൈലബിൾ ആണ്. 38 bhp പവറും 320 Nm ടോർക്കും തരുന്ന ഒരു 2.2 ലിറ്ററിൻ്റെ ഇൻലൈൻ ഡീസൽ എഞ്ചിനാണ് വണ്ടിയിലുള്ളത്. ഹൈ സ്പീഡ് മാനുവൽ ഗിയർ ട്രാൻസ്മിഷൻ വിത്ത് CRDI ഫ്യൂൽ സപ്ലൈ സിസ്റ്റമാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. 65 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കും 981 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും ആണ് വണ്ടിയിലുള്ളത്. 7 സീറ്റർ SUV സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഈ വണ്ടി. KL31 രജിസ്ട്രേഷനുള്ള ഈ വണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുമല എന്ന സ്ഥലത്താണുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിനായി വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രൈസിൻ്റെ ഡീറ്റെയിൽസിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് തീർച്ചയായും ഫോളോ ചെയ്യുക. കാരണം പുതിയ വരുന്ന കാറുകളുടെ ഡീറ്റെയിൽസ് അതിൽ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നതിലൂടെ പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. Until another video, take care, be safe and bye.